നമസ്കാരം. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചുങ്ക ജ്വല്ലറി ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ലോക ക്യാൻസർ ദിനമാണ്. ക്യാൻസർ എന്ന് പറയുന്ന വലിയ മാരകമായ ഒരു വിപത്തിനെ ലോകത്തിൽ നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കുക എന്നുള്ള ഒരു സന്ദേശവുമായിട്ടാണ് നമ്മൾ ക്യാൻസർ ദിനം ആചരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഒരു സാധ്യത, കാരണം ക്യാൻസറിന് വാക്സിനേഷൻ ഇല്ല. ക്യാൻസർ എന്ന് പറഞ്ഞാൽ സർവൈക്കൽ ക്യാൻസറിന് വാക്സിനേഷൻ ഉണ്ടെങ്കിലും പലതരത്തിലുള്ള ക്യാൻസർ, ഒരു ചെറിയ ഒരു മാലിഗ്നൻസി, ഒരു ചെറിയ ഒരു സെല്ല് സാധാരണ രീതിയിൽ പ്രവർത്തിക്കാതെ അതിൽ നിന്ന് വിഭിന്നമായി പ്രവർത്തിക്കുക, കോശങ്ങൾ പെരുകുക, ഈ ഒരു അവസ്ഥയാണ് അർബുദം അഥവാ ക്യാൻസർ എന്നറിയപ്പെടുന്നത്. വേൾഡ് ക്യാൻസർ ഓർഗനൈസേഷൻ ആണ് ഇങ്ങനെ ക്യാൻസറിനെതിരെയുള്ള ഒരു പ്രമേയം എല്ലാ വർഷവും കൊണ്ടുവരുന്നത്. കഴിഞ്ഞ തവണ വരെ ഐ ക്യാൻ ആൻഡ് യു ക്യാൻ, എനിക്ക് കഴിയും, നിനക്ക് കഴിയും, നമുക്ക് കഴിയും, അത്തരത്തിലുള്ളതായിരുന്നു ഈ ക്യാൻസറിനെതിരായ ഒരു പ്രമേയമായി കൊണ്ടുവന്നിരുന്നത്. അടുത്ത 3 വർഷങ്ങളിലേക്ക് 2019, 2020, 2021 ഈ 3 വർഷത്തേക്കുമാണ് ഐ ആം ആൻഡ് ഐ വിൽ എന്നുള്ള ആ ഒരു പുതിയ പ്രമേയവുമായി ക്യാൻസർ ഓർഗനൈസേഷൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ക്യാൻസർ ഓർഗനൈസേഷന് പുറമെ ഇന്റർനാഷണൽ യൂണിയൻ അഗെയിൻസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു ബോഡിയും, അതായത് 470ഓളം പ്രവർത്തന മേഖലകളുള്ള, പ്രവർത്തന മണ്ഡലങ്ങളുള്ള ഈ ഒരു ബോഡിയും കൂടി ഈ ഒരു ക്യാൻസർ ദിവസത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ക്യാൻസർ എന്നുള്ള ഈ ഒരു മഹാരോഗത്തിലൂടെയുള്ള ഏറ്റവും വലിയ, അതായത് ദുർഘടമായ ഒരു പാതയാണ്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഫൈറ്റ് എന്ന് പറയുന്നത് ക്യാൻസർ അവെയർനെസ്, ക്യാൻസർ എന്ന് പറയുന്ന ഒരു കാര്യം നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതും, ഏർലി ഡിറ്റക്ഷൻ, എത്രയും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം കണ്ടാൽ അതിനുള്ള സ്ക്രീനിങ്, ഒരു മുഴയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ തൂക്കം കുറയുന്നതോ അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് ക്ഷീണം വരുന്നതോ, നമുക്ക് പതിവില്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് വരുന്നു, അതിന് കൃത്യമായ ഒരു ഡയഗ്നോസിസ്, അതായത് പനിയോ ജലദോഷമോ ഒന്നുമല്ലാതെ വേറൊരു കൃത്യമായ ഡയഗ്നോസിസ് അല്ല എന്ന് തോന്നുന്ന സമയത്ത് അത് ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതുമൊക്കെയാണ് ഇതിന് ഐ ക്യാൻ ഐ വിൽ എന്നുള്ള മോട്ടോകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ, അപ്പോൾ ഏതായാലും ക്യാൻസർ ദിനാചരണത്തെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള അവബോധങ്ങൾ ഉണ്ടാക്കുന്ന ഇന്നേ ദിവസം നമ്മൾ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ആദ്യ സെഗ്മെന്റ് സ്മാർട്ട് ലേഡി. ഹായ്, ഞാൻ വർഷ. ഇന്ന് നമ്മുടെ സ്മാർട്ട് ലേഡിയായി എത്തിയിരിക്കുന്നത് ട്രെൻഡ്സ് ലേഡി ഫാഷൻസ് ആൻഡ് ഗ്രീൻ ട്രെൻഡ്സ് ബ്യൂട്ടി സ്റ്റുഡിയോയുടെ MD ആയ മിസ്സസ് പ്രീത ടോമിയാണ്. വെൽക്കം മാം. മാം, ഇത് ഈ ഷോപ്പ് തുടങ്ങാനുള്ള ഫസ്റ്റ് ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ആക്ച്വലി ഞാനൊരു 15 ഇയേഴ്സായിട്ട് പല കമ്പനികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ടൈം ഞാൻ വർക്ക് ചെയ്തത് റിനെ മെഡിസിറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടുന്ന് പിന്നെ വിറ്റ് കഴിഞ്ഞിട്ട് ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ് ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. മാം, അപ്പം എന്താണ് പഠിച്ചിട്ടുള്ളത്? ഞാൻ PG ചെയ്തിട്ടുണ്ട്, പ്ലസ് B.Ed. മാമിന് പക്ഷേ ഇൻട്രസ്റ്റ് ഇതിലേക്കായിരുന്നു? അത് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, കുറച്ച് ഒരു അച്ചീവ്മെൻറ്റ് എന്തെങ്കിലും എടുക്കണം എന്നുള്ളൊരു പ്ലാൻ ആയപ്പോൾ ഇങ്ങനെ മാറിയിരുന്നു. ഇപ്പം എത്ര ഇയേഴ്സായി തുടങ്ങിയിട്ട്? ഇതിപ്പം ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഇയർ ആയിട്ടുള്ളൂ. ഒരു പാർലർ ഇതിനോട് തന്നെ അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ 1 മന്ത് ആയതേ ഉള്ളൂ. എങ്ങനെയുണ്ട് മാമിൻ്റെ കസ്റ്റമേഴ്സൊക്കെ? എനിക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. വെച്ചാൽ ഞാൻ അധികം മാർജിൻ ഇടാതെയാണ് സെയിൽ ചെയ്യുന്നത്. പിന്നെ നല്ല ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ്, മെയിൻലി ലേഡീസിൻ്റെയാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. കുർത്തീസ്, ചുരിദാർസ്, നൈറ്റ് വെയർസ് ഉണ്ട്, വെസ്റ്റേൺ ടോപ്സ് ഉണ്ട്, ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട്, പലാസോ, അങ്ങനെ അതെല്ലാം പലയിടത്ത് പോയി നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ബെസ്റ്റ് ടൈപ്പാണ് ഞാൻ കൊണ്ടുവരിക. പിന്നെ റേറ്റും വളരെ റീസണബിൾ ആയതുകൊണ്ട് കസ്റ്റമേഴ്സ് ഒരിക്കൽ വന്നവർ പിന്നീട് വരും. മെയിൻലി എവിടെ നിന്നാണ്? സാരീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സാരീസ് തന്നെ പല ഇതുണ്ടല്ലോ, ലിനൻ ഉണ്ട്, ചിക്കൻ കാരീസ് ഉണ്ട്, കോട്ടൺ ഉണ്ട്. അപ്പം ഫ്രം ജയ്പൂർ മുതലുണ്ട് ഇതിൻ്റെ സപ്ലൈസ്.
ഓരോന്നിനും ഓരോ ഏരിയാസാണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ വരുന്നത്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് കുർത്തീസ് എടുക്കാറുണ്ട്, പിന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാറുണ്ട്, എംബ്രോയ്ഡറി ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പം മെയിൻലി ഓൾമോസ്റ്റ് എന്താ പറയുക, പല ഏരിയാസ് ടച്ച് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പർച്ചേസിന് വേണ്ടിയിട്ട്. മാം തന്നെയാണോ അപ്പോൾ ട്രാവൽ ചെയ്ത് പോകുന്നത്? ഞാൻ തന്നെ പോയി ഹാൻഡ് പിക്ക് ചെയ്യാണ് മെയിൻലി ചെയ്യുക. അല്ലെങ്കിൽ സപ്ലൈ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ഐറ്റംസൊക്കെ എൻ്റെ അകത്ത് പെട്ടുപോകും. ഇപ്പം പാഴ്സലായിട്ട് അവർ അയക്കുമ്പോൾ പിന്നെ അതൊരു റിലയബിൾ ആണെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ അങ്ങനെ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് പോയി ഹാൻഡ് പിക്ക് ചെയ്യുക ചെയ്യും. ഇവിടെ ഷോപ്പിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സെയിൽ മാമിന് തോന്നിയിട്ടുള്ളത്? ഇവിടെ മെയിൻലി കുർത്തീസാണ്. കുർത്തീസ് റെഡിമെയ്ഡ്സും ആൻഡ് മെറ്റീരിയൽസ്. പിന്നെ നൈറ്റ് വെയർസിന് നല്ല മൂവ്മെൻ്റ് ആണ്. സാരീസും അതുപോലെ തന്നെ. സാരീസ് ഇത് ലിനനാണ്, ലിനൻ്റെ മെറ്റീരിയലാണ്. ഇപ്പോഴത്തെ പഴയൊരു ട്രെൻഡാണ് ഇത്. പിന്നെ എന്താ പറയുക, തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജയ്പൂരിൽ നിന്ന് വരുത്താറുണ്ട്. ബീഹാറിൽ എന്താ പറയുക, ഗ്രാമപ്രദേശങ്ങളിൽ ഹാൻഡ്ലൂമിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. പിന്നെ പുതിയൊരു ട്രെൻഡാണ് മൽമൽ കോട്ടൺ എന്ന് പറയുന്നത്. സാരീസ് തന്നെ മൽമൽ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണാണ്. ഇവിടുത്തെ ചൂടിനൊക്കെ ബെസ്റ്റാണ്. ഇതിൻ്റെ പ്രിൻറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂഷൻ ടൈപ്പ് ആയിരിക്കും. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് വരുന്നതൊക്കെ നല്ല അട്രാക്റ്റീവ് ഡിസൈനും കളർ കോമ്പിനേഷനായിട്ടുള്ളതാണ്. പിന്നെ ഇത് ടസർ സിൽക്കിൻ്റെ സാരീസ്. ഇത് കംപ്ലീറ്റ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നു. ഇതുപോലെ ഫുൾ വർക്കാണ്. ഇത് പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കേണ്ട ആൾക്കാരെടുക്കാറുണ്ട്. ഇതിൽ ഏറ്റവും മൂവിങ് ആയിട്ടുള്ളത്, ഏറ്റവും ട്രെൻഡ് ഇപ്പം പോകുന്ന മൽമൽ കോട്ടൺ എന്ന് വെച്ചാൽ അത് വലിയ റേഞ്ച് വരുന്നില്ല. ഡെയിലി യൂസിന് ആൾക്കാർ എടുത്തുകൊണ്ട് പോകാറുണ്ട്. പിന്നെ പാർട്ടി വെയർ ഫങ്ഷൻസിനൊക്കെ മെയിൻലി ലിനൻ അല്ലെങ്കിൽ ഇതുപോലെ ടസർ സിൽക്കിൻ്റെ പ്രോഡക്ട്സാണ് പോകുന്നത്. പിന്നെ ഇതുപോലത്തെ പാർട്ടി വെയർ കുർത്തീസ്. ഇത് പാർട്ടി വെയർ ആണ്. ഇത് ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഒരു 4000 above ഒക്കെ വരും. ഞാൻ മാക്സിമം 1500 ഒക്കെ എടുക്കുള്ളൂ. മാം അത് എവിടെ നിന്നാണ്? അതൊക്കെ എൻ്റെ ബിസിനസ് സീക്രട്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. പല ഇതുണ്ട്. മോഡൽസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് എടുക്കും ചിലപ്പം, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് എടുക്കും. അതായത് സപ്ലൈയുടെ പിന്നെ റേറ്റിൻ്റെ ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ റേറ്റ് റീസണബിൾ അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ മാറ്റും. പിന്നെ ഇത് ഞാൻ സ്പെഷ്യലി ഡിസൈൻ ചെയ്തൊരു നൈറ്റ് വെയർ എന്ന് പറയാൻ പറ്റില്ല, ഹൗസ് കോട്ടാണ്. ഇത് ചിക്കൻ വർക്ക് ചെയ്തത്. ഇതിപ്പോൾ ഇവിടെ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് എൻ്റെ കസ്റ്റമേഴ്സ് ചോദിച്ചിരുന്നു, ഈ നൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴത്തേനും അത് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കുർത്തി ഇടാൻ പോകും. ഇതാണെങ്കിൽ മാറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, എന്താ പറയുക, കുർത്തി മാതിരി ഇരുന്നോളൂ. അപ്പോൾ അതിന് നല്ല മൂവ്മെൻ്റ് ഉണ്ട്. ചിക്കൻ വർക്ക് കോസ്റ്റ്ലി എന്നുള്ള അറിയായിരിക്കുന്നു. എങ്കിലും തന്നെ ഒരു 750 ആ റേഞ്ചിൽ നമ്മൾ വിൽക്കാറുള്ളൂ. ഇത് മാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ട്? ഇത് ജയ്പൂരിൽ നിന്ന് ഉണ്ടാക്കിക്കുന്നതാണ്. ജയ്പൂർ ഇവിടെ ചെയ്യില്ല. അവർ ചിക്കൻ വർക്ക് മെയിൻലി അവരാണല്ലോ എൻ്റെ ആൾക്കാർ ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ വെസ്റ്റേൺ ടോപ്സ് ആണ്. നമ്മൾ ജീൻസിൽ കൊടുത്തിടാനായിട്ട്, മെറ്റീരിയൽ കൊടുത്തിട്ടൊക്കെ ഇടാനായിട്ടുള്ള ഓഫ് ഷോൾഡർ, കോൾഡ് ഷോൾഡർ, അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഉണ്ട്. എല്ലാം ഒരു ട്രെൻഡി ടൈപ്പ്. ഇതാണ് വേറൊരു പാറ്റേൺ ആണ്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് ഭാരതമാതാ കോളേജ് ഉണ്ട്. പിന്നെ രാജേരി കോളേജിൻ്റെ ഹോസ്റ്റൽസ് ഇവിടെ നിയർ ബൈ ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് പിള്ളേർക്ക് ഇത് നല്ല ഇതൊക്കെ പുതിയ പാറ്റേൺ ആണ്. പിന്നെ ഇതുപോലെ ടീഷർട്സ് പല മോഡൽസ് ഉണ്ട്. ഇതിൻ്റെ ഒരു വെറൈറ്റിയാണ് കോൾഡ് ഷോൾഡർ ആയിട്ടുള്ളത്. പിന്നെ നൈറ്റ് വെയർസ് ഉണ്ട്. 3/4 പൈജാമകൾ, ഷോർട്ട്സ് ഉണ്ട്. ഫുൾ പൈജാമ ആണെങ്കിൽ അങ്ങനെയുണ്ട്. അങ്ങനെ എല്ലാം മോസ്റ്റ്ലി എന്താ പറയുക, ഒരു ലേഡീസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വേണം അതുമാതിരി എല്ലാ സംഗതികളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഇത് പുതിയൊരു ഇതാണ് ബാഗ്. ഇത് കോട്ടൺ ബാഗാണ് വിത്ത് എംബ്രോയ്ഡറി. ഇതിന് നല്ല മൂവ്മെൻറ്റ്. ഇത് വാഷബിളാണ്. ഇപ്പോൾ ഡെയിലി യൂസിന് ലേഡീസിന് ഇത് ഒരു ട്രെൻഡ് ആവുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ് മാമിന്, എങ്ങനെയാണ് റിപ്പോർട്ട്സ് എങ്ങനെയാണ് വരുന്നത്? ഞാൻ ഒരു കസ്റ്റമർ ഒന്ന് പർച്ചേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. ഇടയ്ക്ക് അവരെ വിളിക്കും, എങ്ങനെയുണ്ട്, ഇഷ്ടമായോ,
ഇപ്പോൾ ആരെങ്കിലും ഗിഫ്റ്റിനായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയതാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താ പറഞ്ഞ് അവർക്ക് ഇഷ്ടമായെന്നൊക്കെ ചോദിക്കും. പിന്നെ അവർക്കൊരു ഓപ്ഷൻ കൊടുക്കും. ഇനി അഥവാ പർച്ചേസ് ചെയ്തിട്ട് പറ്റും. ഇവിടെ ട്രയൽ റൂമുണ്ട്. ട്രയൽ ചെയ്തിട്ടും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇഷ്ടമില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നാൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ആരും അങ്ങനെ അധികം വന്നിട്ടില്ല. 1-2 പേരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടെ നിന്ന് തന്നെ നോക്കും, എല്ലാം ഓക്കെ ആയിട്ടാണ്. പിന്നെ എല്ലാം കാണുമ്പോൾ എല്ലാവർക്കും അങ്ങ് ഇഷ്ടമാവും. ഒരെണ്ണം നമ്മൾ വിചാരിച്ച് പർച്ചേസ് ചെയ്യാൻ തന്നെ ചിലപ്പോൾ 3-4 ഒക്കെ ആയിരിക്കും എടുത്തുകൊണ്ട് പോകാം. പിന്നെ ഞാൻ ഓപ്ഷൻ കൊടുക്കാറുണ്ട്. പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇത്തിരി റിലാക്സേഷൻ ഇടാറുണ്ട്. ഒരുമിച്ച് പേ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇൻസ്റ്റാൾമെൻ്റായിട്ട് ആയിക്കൊള്ളാനും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും ചെയ്യുന്നത്. പിന്നെ അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ ഒരു ബാങ്ക് ട്രാൻസ്ഫറോ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുക്കാറുണ്ട്. മാം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട്? ഫേസ്ബുക്ക്, വാട്സപ്പ് അതൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ വേറെ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ചേർന്നിട്ടൊരു ആമസോൺ മാതിരി ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. ഇപ്പം ഫേസ്ബുക്ക് അല്ലാതെ തന്നെ എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ എൻ്റെ പോലെ ബിസിനസ് ചെയ്യുന്ന കുറച്ച് ലേഡീസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ടീമായിട്ട് മെയിൻ സിറ്റീസിലൊക്കെ ഹോൾ എന്തെങ്കിലും റെൻറ്റിനെടുത്തിട്ട് എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ മാം, ഇപ്പം എത്ര എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട്? ഇപ്പോൾ ഒരു 10-20-25 എക്സിബിഷൻസോളം വിതിൻ 1 ഇയർ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ മാത്രമല്ല, കോട്ടയം പോകാറുണ്ട്, പിന്നെ തൃശ്ശൂർ അങ്ങനെയൊക്കെ ഏരിയാസിലും ചെയ്യാറുണ്ട്. അപ്പം പിന്നെ അവിടെ നിന്ന് ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ ചില സാമ്പിൾസ് എന്തെങ്കിലും പ്രോഡക്ട്സ്, സാരിയോ കുർത്തി എന്തെങ്കിലും ഇന്ന മോഡലാക്കി തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട്. മാം ഈ രണ്ടും കൂടെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അത് ഇത്തിരി ടഫാണ്. പാർലറിൽ ഞാനൊരു സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് എൻ്റെ സിസ്റ്ററും കൂടെ വരും ബൊട്ടിക്ക് നോക്കാണ്ട്. പിന്നെ സപ്പോർട്ടീവായിട്ട് നെക്സ്റ്റ് ഓഫീസിലെ ഒരു ചേച്ചിയുണ്ട്, പുള്ളിക്കാരി മാനേജ് ചെയ്തോളൂ. ഫാമിലിയൊക്കെ നമ്മുടെ ഹസ്ബൻഡും മോനും ഞാനുമാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ ഒരു 15 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്യുള്ളൂ. ഹസ്ബൻഡ് ബാങ്ക് വർക്ക് ചെയ്യുന്നു, മോന് ജയ്പൂരിലാണ് MBAക്ക്. ഓക്കെ, അവരൊക്കെ സപ്പോർട്ടാണോ അതിൽ? ഹസ്ബൻഡിനെ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് അത് വലിയ താല്പര്യം. എന്തിനാ വെറുതെ ടെൻഷൻ എടുക്കുന്നതെന്ന് ചോദിക്കും. ജോലി ഉണ്ടായിരുന്ന കളഞ്ഞിട്ട് പോകുന്നതിൻ്റെ ഒരു വിഷമമുണ്ട് ആൾക്ക്. എന്നാലും കുഴപ്പമില്ല, പ്രശ്നമില്ല. എൻ്റെ ഹാപ്പിനെസ് ഇഷ്ടമായതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്യാൻസർ അഥവാ അർബുദം എന്ന് പറയുന്ന അവസ്ഥ അത് ഏത് പ്രായക്കാരിലും എപ്പോൾ വേണമെങ്കിലും വരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്. കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക ജീവിത സാഹചര്യങ്ങളിലുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സ്വഭാവ രീതികളിലുള്ളവർക്കോ മാത്രമാണ് ഇത്തരം അസുഖം വരുന്നത് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. എങ്കിൽ പോലും എന്താണ് ഹെൽത്തി ആയിട്ടുള്ള രീതികൾ, അതെ, ആരോഗ്യകരമായ ജീവിത രീതി പിന്തുടരുന്നത് എപ്പോഴും ഇത്തരം ചില രോഗങ്ങളെ ഒരു പരിധി വരെ ഒഴിവാക്കി നിർത്താൻ സഹായകരമാണ്. റീഹീറ്റ് ചെയ്ത എണ്ണകൾ, ഇത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതിൽ നിന്നും എല്ലാം കഴിവതും മാറി നിൽക്കുക. കാരണം ഇതെല്ലാം നമ്മുടെ കോശങ്ങൾക്ക് എന്താണ് ആരോഗ്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് പുകവലി, മദ്യപാനം തുടങ്ങിയ കാര്യങ്ങൾ. കാരണം ശ്വാസകോശ അർബുദം എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയി കണ്ടുവരുന്ന ഒരു ക്യാൻസർ അവസ്ഥയാണ്. അപ്പോൾ ഇതുണ്ടാകുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്നത് പുകവലി തന്നെയാണ്. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ, പുകവലി പോലെയുള്ള, മദ്യപാനം പോലെയുള്ള ചില കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തുന്നത് ഒരു പരിധിവരെ ഇത്തരം അസുഖങ്ങളെ അകറ്റി നിർത്താൻ സഹായകരമാകും. മാം ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട് ഇപ്പം സ്വന്തമായിട്ട് തുടങ്ങിയപ്പോൾ എന്ത് ഡിഫറൻസാണ് തോന്നുന്നത്? ഒന്ന് ഫ്രീഡമാണ് ഞാൻ മെയിൻലി എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. മറ്റേതൊരു ടൈം ബൗണ്ട് ആണല്ലോ ഓഫീസ് വർക്ക് എന്ന് പറഞ്ഞാൽ. എല്ലാ ഓഫീസും 9 to 6, ഈവൻ നമ്മൾ ഫ്രീ ആണെങ്കിൽ കൂടെ ആ ടൈമിൽ പ്രസൻറ്റ് ആയിരിക്കണം. അങ്ങനെ ആ ഇതുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഫ്രീഡം കൂടുതലുണ്ട്, ഇൻകമും കൂടുതലുണ്ട്. പക്ഷേ കഷ്ടപ്പാട് കൂടുതലുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റാകുമ്പോൾ മന്ത്ലി നമ്മൾ വെയിറ്റ് ചെയ്താൽ സാലറി നമുക്ക് ഇങ്ങനെ വന്നുള്ളൂ. ഇതാകുമ്പോൾ അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ബിസിനസ് എന്താ പറയുക, സെല്ലിങ് ചെയ്ത് ബിസിനസ് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. എറണാകുളം കൂടെ ആയതുകൊണ്ട് കോമ്പറ്റീഷൻ ഭയങ്കരമാണ്. ഓൺലൈൻ അതിൻ്റെ കൂട്ടത്തിലുണ്ടൊരു ഇതായിട്ട്. ഒരു സിറ്റിയിൽ തന്നെ കാണും ഒരു 400-500 ഷോപ്സ്. പിന്നെ ശീമാട്ടി പോലെയുള്ള വലിയ പാർട്ടികൾ വേറെ. പിന്നെ അതിനകത്ത് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ, രക്ഷോട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാധനങ്ങൾ റീസണബിൾ റേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കസ്റ്റമറെ പിടിച്ചത്. പിന്നെ നമ്മുടെ സർവീസ്, നമ്മുടെ പെരുമാറ്റമൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്നാലും ഞാൻ എൻജോയ് ചെയ്യുന്നു ബിസിനസ്. ഇത്രയൊരു അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്ങോടൊക്കെ ഉണ്ടായിരിക്കാം, കുഴപ്പമില്ലാതെ പോകുന്നു.
അതുകൊണ്ടാണ് 1 month ആയുള്ളൂ ഞാൻ പാർലർ ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ അവിടെയാണെങ്കിലും വലിയ മാർക്കറ്റിംഗ് ഞാൻ ചെയ്തിട്ടാണ് വെച്ചാൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വലിയൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം ചെറിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് ഒക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ. എന്താ പറയുക, ഫ്രണ്ട്സ് ത്രൂവോ അല്ലെങ്കിൽ എക്സിബിഷൻസ് ത്രൂ അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ളൊരു മീഡിയ കൂടെയുള്ള പ്രൊമോഷൻസൊക്കെ കൂടുതലും ചെയ്യുന്നുള്ളൂ. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കസ്റ്റമൈസ്ഡ് ടീഷർട്ട് പ്രിൻറ്റിങ് ചെയ്യുന്നുണ്ട്. അത് ഓഫീസുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ഇവൻറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ ലോഗോ ഒക്കെ വെച്ചിട്ട് ചെയ്യുമല്ലോ. അപ്പം അതും ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ വേറൊരു ടീഷർട്ട് എക്സ്പോർട്ടിങ് പാർട്ടി ഒരിക്കൽ ഞാൻ അവരുടെ അടുത്തുനിന്ന് ടീഷർട്ട് ജെൻസിൻ്റെ ടീഷർട്ടോട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലീസ് വന്നു കഴിഞ്ഞാൽ ജെൻസിന് അവർ വെറുതെ നിൽക്കല്ലേ, ടീഷർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവരും എടുത്തോളൂ. അപ്പോൾ അങ്ങനെ ഒരു സപ്ലയർ എന്നോട് ചോദിച്ചു, അവർക്ക് എറണാകുളത്തൊരു ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ എക്സ്പെൻസീവാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു എന്താ പറയുക സൈറ്റിൽ എൻ്റെ ഷോപ്പിൻ്റെ പേരും കൂടെ ആഡ് ചെയ്തിട്ട് അപ്പോൾ ഈ നെറ്റിൽ നോക്കുന്നവർക്ക് നിയർ ബൈ ഒരു ലൊക്കാലിറ്റി കിട്ടുമ്പോഴും എന്താ പറയുക അപ്രോച്ച് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവില്ല. അപ്പം ഞാൻ അതിന് എഗ്രി ചെയ്തു. അപ്പോൾ ആ ഒരു ഇതും കൂടെ ഇതിൻ്റെ സൈറ്റിൽ കൂടെയുണ്ട്. ടീഷർട്ട് പ്രിൻറ്റിങ് ഉണ്ട്, ക്യാപ്പ്, ബാഗ്, അങ്ങനത്തെ സംഗതികൾ കസ്റ്റമൈസ്ഡ്, അതായത് കസ്റ്റമറിൻ്റെ പ്ലാൻ അനുസരിച്ച് മെറ്റീരിയലിൻ്റെ ഏത് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. മാമിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഇനി ഇപ്പം ഒന്ന് ബ്യൂട്ടി പാർലർ ഓപ്പൺ ചെയ്യാൻ പറ്റി. ഇനിയിപ്പം നന്നായിട്ട് പോകണമെങ്കിൽ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കൂടുതൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ സക്സസ് ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നോടിപ്പം വേറൊരു ബിസിനസ് ചെയ്യുന്ന ആൾ, അവർ ഫുഡ് പ്രോഡക്ട്സാണ്, ഹോംലി ഫുഡ് പ്രോഡക്ട്സാണ് അവർ. അത് പിന്നെ എന്താ പറയുക പ്രിസർവേറ്റീവോ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെയുള്ള പിക്കിൾസ്, എന്താ പറയുക ചമ്മന്തിപ്പൊടി, സ്ക്വാഷ്, അങ്ങനത്തെ സിറപ്സ്, അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടാക്കുന്നൊരു പാർട്ടിനോട് ചോദിച്ചിരുന്നു. ഇവിടെ ഒരിത്തിരി സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രോഡക്റ്റ് ഇവിടെ വെക്കാം. അതിനിപ്പം ഇവിടെ ലേഡീസാണല്ലോ കൂടുതൽ വരിക, അവരെ ഈ മാതിരി സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവരെടുത്തോളൂല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനും തന്നു എനിക്ക്. അവന് ഇച്ചിരി ലീഗലെല്ലാം മറ്റെന്താ പറയുക മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അപ്രൂവൽ കിട്ടാനുള്ള ഇതൊക്കെയാണ്. ഫുഡ് പ്രോഡക്ട്സ് ആകുമ്പോൾ കൂടുതൽ ഇതാണ്. അപ്പോൾ അതും കഴിഞ്ഞ് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ സ്റ്റിച്ചിങ് ഞാൻ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു നേരത്തെ. പഠിച്ചിട്ടുണ്ട്, ചെയ്യുമായിരുന്നു നേരത്തെ. ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെയായിരുന്നു സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് കസ്റ്റമൈസും ഉണ്ടായിരുന്ന ആ സമയത്ത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പം അതും കൂടെ ഫ്യൂച്ചറിൽ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ പിന്നെ എന്തെങ്കിലുമൊക്കെ ലേഡീസിന് പറ്റുന്ന ബാക്കി എന്താ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക്സോ ഓർണമെൻറ്റ്സോ എക്സ്പാൻഡ് ചെയ്യണം. ഇങ്ങനെ പ്ലാനുണ്ട്, നടന്നാൽ ചെയ്യും. മാമിന് ഇനിയും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ വെഞ്ചർ. ഇന്നത്തെ ഗസ്റ്റിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാളെ മറ്റൊരു ഗസ്റ്റുമായി കാണുന്നവരെ ബൈ.